അള്ളാഹുവിനെ ഒരു കേവലം പരിഹാസ കഥാപാത്രമാക്കി ഇവർ മാറ്റിയിട്ടുണ്ട്. ഇയാളെല്ലാം പറയണത് കേട്ടോളി. ഇപ്പൊ CM ഒരു വിമാനത്തിനെ നിയന്ത്രിച്ചല്ല, ഭൂലോകത്തെ വിമാനം മുഴുവനും CM നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാലും ഒരു തെറ്റില്ല, അയാൾക്ക് കഴിയും. CM ഒരു താരം വലിയ ആണെങ്കിൽ വലിയെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ അല്ല എന്നറിയണം. അങ്ങനെ നിങ്ങൾ ഉറൂസിന് പോകരുത്. ഇന്നത് കഴിയാനില്ല, എന്തും കഴിയും. ഒരു ദിവസം കണ്ടപ്പോൾ CM പറയാ അസ്രായേലിനോട്, ഇനിയേ രണ്ടാഴ്ച ഞങ്ങൾ ഭൂമിക്ക് തന്നെ വരരുത് കേട്ടോ, ഒരു മരിപ്പും വേണ്ടാന്ന് ആർക്ക് പറയാ. അപ്പൊ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അസ്രായേൽ റൂൾ പിടിക്കാൻ വന്നാൽ അസ്രായേൽ തിരിച്ചുപോയിട്ട് എന്ത് പറഞ്ഞു അള്ളഹാനോട്. പിന്നെ അവിടെ ആ CM പറയണം, എൻ്റെ അബദ്ധമുണ്ടല്ലോ, മുമ്പ് 2 ആഴ്ച ഭൂമി ഇനി റൂൾ പിടിക്കണ്ടെന്നാണ് അപ്പോൾ പറയുന്നത്. അപ്പോൾ അള്ളാഹു പിന്നെ അസ്രായേലിനോട് എന്ത് പറയാ, നിങ്ങൾ പോകണ്ട, എൻ്റെ അബദ്ധം അങ്ങനെ തന്നെയാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, നിങ്ങളതിന് പോകണ്ട. എന്താ അങ്ങനെ ഉണ്ടായത്? 2 മാസം മഴന്നെ ഉണ്ടായില്ല, കർക്കിടകം ചിങ്ങ മാസം മഴന്നെ ഉണ്ടായില്ല. മനസ്സിലായില്ല എന്തേ? അത് CM പറഞ്ഞു. CM ഒരു ഉദാഹരണം. അല്ലെങ്കിൽ മറ്റേ വീരാനുപ്പാപ്പ പറഞ്ഞു, അല്ലെങ്കിൽ തൃപ്പഞ്ചി മെമ്മൂലിയർ പറഞ്ഞു, ഇനി ഇവിടെ 2 മാസം മഴ ഉണ്ടാവില്ല. അപ്പം മീക്കായിൽ വന്ന് തിരിച്ചുപോയി. നമ്മുടെ അല്ലേ പറഞ്ഞു മഴ ഉണ്ടാകും, എന്തേ അങ്ങനെ ഉണ്ടായിക്കൂടെ? അന്ന് മീക്കായിൽ തിരിച്ചപ്പോൾ അള്ളാഹു എന്തേ മീക്കായിൽ മഴയൊന്നും പോകുക. അത് നിങ്ങൾ ആ തൃപ്പഞ്ചി മെമ്മൂലിയർ എന്ന് പറഞ്ഞ ആളെ ആദ്യം നിലക്ക് നിർത്തി അയാളവിടെ മയക്കാൻ വെക്കൽ. അത് ചെയ്യ കുട്ടി. കാരണം ഇവരാരാണ്? ഇവർ അള്ളാന്റെ അബ്ദാണോ? എന്തെന്ന് ചോദിക്കണ്ട. എന്താണ് ഇവനൊക്കെ വിളിക്കേണ്ടത്? എന്താ അവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മായാവിക്കതേ, കുട്ടൂസന്റെയും പുട്ടാലുന്റെയും ഡാങ്കിലിന്റെയും ലുട്ടാപ്പിന്റെയും കഥയാണോ അവൻ ഈ പറയണത്? ഒരു മടവൂരിനെ കൊണ്ടുള്ള തൊഴിലേക്കേട് കുറച്ചൊന്നല്ല കേരള മുസ്ലിങ്ങൾക്ക്. ഇപ്പൊ അയാളെ പിന്നെ ചാവടിയന്തരത്തിന്റെ മാസമാണ് ഇപ്പത്. വരാൻ പോകുന്നുണ്ട് കുറെ എണ്ണം, തലകെട്ടും കെട്ടിയിട്ട് കുറെ ഹംക്കുകൾ വരാണ്ട് ഇങ്ങോട്ടും വഷളത്തരം പറഞ്ഞിട്ട് ഇരിക്കട്ടെ, കാത്തിരിക്കണം നമ്മള്. അപ്പൊ മടവൂരിനെ കുറിച്ചാ പറയണ്ടേ? മടവൂർ വിമാനം നിയന്ത്രിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ മടവൂർ ഈ ഭൂമിയിലുള്ള എല്ലാ വിമാനം നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാലും കുറ്റം പറയണ്ട, അങ്ങനെ സംഭവിക്കാം. എവിടെ ഞാൻ ചോദിക്കട്ടെ, അതിൽ യുദ്ധവിമാനം വിടും, അല്ല സാധാ യാത്രാ വിമാനം വിടുള്ളൂ? അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധമൊക്കെ മടവൂരിനെ കൊണ്ട് നിയന്ത്രിച്ചിട്ട് ലോകത്ത് സമാധാനം കൊടുക്കാൻ മടവൂരിനെ കൊണ്ട് കഴിയൂലേ? അപ്പൊ ഓരോ സങ്കല്പങ്ങളാണ്. എന്ത് അങ്ങനെ മലക്കുൽ മൗത്ത് ഭൂമിക്ക് റൂഹിനെ പിടിക്കാൻ വന്നു. അപ്പൊ നോക്കും മടവൂരിന്റെ ഇവിടെ മടവൂര് ഉടനെ കർശന ഓർഡർ, 2 ആഴ്ചക്ക് ഇവിടെ ഒരു റൂഹിനും പിടിക്കരുത്, ഞാനാണ് പറയണത്. അങ്ങനെ മലക്കുൽ മൗത്ത് ഇങ്ങനെ തലയും ചൊറിഞ്ഞിട്ട് അള്ളാന്റെ അടുത്തേക്ക് പോയി. അപ്പൊ എന്തേ മലക്കുൽ മൗത്ത് പോകുന്നു? അതിപ്പോ മടവൂര് റൂഹിനെ പിടിക്കാൻ സമ്മതിക്കണില്ല എന്ന് അള്ളാനോട് പരാതി. അള്ളാഹ് പറഞ്ഞാൽ റൂഹിനെ പിടിക്കാനേ അവിടെ ചെന്നപ്പോ മടവൂരിന്റെ തിട്ടൂരം പറ്റൂലാന്ന്. എന്നിട്ട് അസ്രായേൽ ടെൻഷനായിട്ട് ഇങ്ങോട്ട് വരിക, അള്ളാനോട് പരാതി പറയാ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നമ്മളാളാണ്, എൻ്റെ ആളാണ്, എൻ്റെ അബ്ദാണത്, എന്താ നമുക്ക് വേറെ വോയിസ് ഒന്നും ഇല്ല എന്നുള്ള കോലത്തിൽ അള്ളാനെ കൊച്ചാക്കി സംസാരിക്കുക. 2 മാസത്തിന് കർക്കിടക മാസത്തിലും ചിങ്ങമാസത്തിലും മഴയൊന്നും വേണ്ട, മഴ ഇരിക്കാൻ വേണ്ടി ഇവിടെ മീക്കായിൽ വന്നതാ. അപ്പൊ നോക്കും ഇവിടെ 2-3 ഹംകിങ്ങള്. ആരൊക്കെയാണ്? മടവൂര്, പിന്നെ തൃപ്പനച്ചി, ബീരാവുലിയപ്പാപ്പ, ഈ ചെങ്ങായിമാരൊക്കെ വളർന്നുകൊണ്ട് മീക്കായിലിനെ ഗരാവ് ചെയ്തു. മഴന്നെ പറ്റൂല ഇവിടെ. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കണോ, കൃഷി ഉണ്ടോ, അതൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്കിപ്പോ മഴ പറ്റൂല എന്ന് പറയാൻ പറ്റൂല എന്ന് തന്നെ. അപ്പൊ മീക്കായിൽ മടങ്ങി ചെന്നിട്ട് അള്ളാഹോട് പരാതി പറഞ്ഞു. അള്ളാഹ് നിസ്സഹായനാണ്. ഈ ഹംകിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് സഹോദരങ്ങളെ. അള്ളാഹിനെ കുറിച്ചുള്ള പോലെ വിശ്വാസമാണത്. കഴിഞ്ഞിട്ടില്ല, അടുത്ത് കേട്ടോളി. അപ്പൊ ഈ ലോകത്തെ എല്ലാരും മരിപ്പിക്കാൻ ഒരു ദിവസം അള്ളാഹു തരാം. ബീരാനെ പാപ്പാക്ക് കഴിവ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കഴിവ് ആര് കൊടുത്തു? അസ്രായേലിനോട് പറയാം, അസ്രായേൽ നിങ്ങൾ 2 ആഴ്ച ലീവ് കൊടുത്താൽ നീ ബീരാൻ നടത്തിക്കോളും മരിപ്പ്. എന്ത് നടന്നൂടെ? നടക്കുമല്ലേ? അതാണടാ സുന്നി. ഇന്റെ സുന്നി പണ്ടത്തെ സുന്നി, അന്റെ സുന്നി അല്ല. ഇതാ അടുത്ത ഊഹം എന്താണ്? ഈ ലോകത്തുള്ള എല്ലാവരും മരിപ്പിക്കാനുള്ള ഒരു ഡ്യൂട്ടി ബീരാവുലിയപ്പാപ്പനെ അള്ളാഹ് ഏൽപ്പിച്ചു. എന്നിട്ട് മലക്കുൽ മൗത്തിനോട് നിങ്ങൾ 2 മാസം 2 ആഴ്ച ലീവ് എടുത്തോളി, ഞാൻ ബീരാനെ ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മലക്കുൽ മൗത്തോടെ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് ബീരാവുലിയപ്പാപ്പ മുമ്പർക്ക് ഇഷ്ടമുള്ളവരെ മരിപ്പിക്കുക, ഇഷ്ടമില്ലാത്തവരെ മരിപ്പിക്കണ്ട, അങ്ങനെ നടക്കുക. എന്താ അള്ളാഹിനെ കൊണ്ട് അങ്ങനെ കഴിയൂലേ? ഒന്ന് ചോദിക്കണേ, നമുക്ക് ചോദിക്കാണ്. എടോ, അള്ളാഹ്ക്കൊരു നെലിം വലില്ലേ? അള്ളാഹിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? അള്ളാഹിനെ പോലെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയില്ലാന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. അള്ളാഹിനെ കുറിച്ച് കുറെ ഊഹങ്ങള്. എന്താണ് അള്ളാഹിന്റെ ഗാംഭീര്യം, എന്താണ് അള്ളാഹിന്റെ പ്രവർത്തനം, ഒന്നും പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ അള്ളാഹ് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, എന്താ അള്ളാഹ് അങ്ങനെ ചെയ്താല് ഇങ്ങനെ ചെയ്താല് ചോദിക്കന്നെ.
ഊഹങ്ങൾ മാത്രം. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ അള്ളാഹ് അങ്ങനെ കഴിയൂലേ, ഇങ്ങനെ കഴിയൂലേ, അള്ളാഹ് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, അത് പറയാരോടോ നമുക്ക്. അള്ളാഹിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാഹ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്യാത്തത് എന്താ അങ്ങനെ ചെയ്തത് ചോദിക്കാൻ പാടില്ല പരിശുദ്ധ ഖുർആന. നിർഭം കുറച്ച് പോട്ടന്മാരെ വിളിച്ചു കൂട്ടിട്ട് പെരുമ്പോട്ടൻ പൊട്ടെന്ന് പറഞ്ഞ 1 ഗ്രാം ഒരു സൂചിന്റെ മോന കൊണ്ട് തോണ്ടിയെടുക്കാൻ പറ്റിയ തലച്ചോറ് ഈ ഹംകിന്റെ തലയിലില്ല. ഞാനിങ്ങനെ പറയുമ്പോ ഞങ്ങളെ കാസിം ഉസ്താദിനെ പൊട്ടെന്ന് വിളിക്കാൻ ആരോടാ വഹാബി എന്ന് ചോദിച്ചിട്ട് എന്റെ കമന്റ് ബോക്സ് കിടന്ന് നേരങ്ങണ്ട ഹുറാഫി കേട്ടോ, ഓൻ തന്നെ പറട്ടത്. ഇതിനെ പറ്റി അന്തം കമ്മി എന്ന് പറയാൻ പറ്റൂല. അന്തം കമ്മി എന്ന് പറയണമെങ്കിൽ കുറച്ചന്തം വേണമല്ലോ. ഞാൻ അന്തം കമ്മിയല്ല, അന്തല്ലാത്തവനാണ്. ഞാൻ ഒരു അന്തം കമ്മിയും അല്ല. ഇതിനെപ്പറ്റി ആരും ദയവായി അന്തം കമ്മി എന്ന് പറഞ്ഞു നോക്കരുത്. കാരണം ഞാൻ അന്തം കമ്മിയല്ല, അന്തല്ലാത്തവനാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഇവന്റെ പ്രശ്നം. അന്തം കമ്മിയല്ല, കുറച്ച് അന്തമുള്ളവനല്ല നമ്മൾ അന്തം കമ്മിയേന്ന് വിളിക്കുക. അതുപോലും വിളിക്കാൻ പറ്റൂലോനാ. അന്തല്ലാത്ത നല്ല 22 കാരറ്റ് പത്തരമാറ്റ് പെരുമ്പൊട്ടൻ അതവനെ വിളിക്കാൻ പറ്റുള്ളൂ. ഈ മൂത്തേടൻ സ്വാമി എന്തെങ്കിലും ആയിക്കോട്ടെ. അന്തം കമ്മികൾ എത്ര ഉണ്ട് കേരളത്തില്? കുറെ ആൾക്കാരെ പിടിച്ച് ഔലിയാക്കളും ആക്കിയിട്ടുണ്ട് അന്തം കമ്മികളെ. ഞങ്ങൾക്ക് പ്രശ്നമല്ല, കേസല്ല. പക്ഷെ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രചാരകരാണ്, ഖുർആൻ പ്രഭാഷകരാണ്, ഇസ്ലാമിക പണ്ഡിതന്മാരാണെന്നുണ്ട്. പിന്നെ കുറച്ചേരും കൗമ് തലയിലേറ്റി കൊടുക്കുന്നുണ്ട്. അതാ ഞങ്ങളെ വിഷമം. ആ കൗമിനെ അല്ലെങ്കിൽ ആ കൗമിന്റെ കെണിയിൽപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് കാര്യം മനസ്സിലാകാനാണ് നമ്മൾ ഇത്ര രൂക്ഷമായിട്ട് ഈ കാര്യം പറയണത്. ഇത് ഈ വികാരപ്രകടനം വെറുതെ ആളെ ചീത്ത പറയാൻ വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യന് ഇസ്ലാമിനെ അങ്ങനെ ഇട്ട് താറടിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സമസ്തക്കാര്, നിങ്ങളെ കുറിച്ചല്ല ഇത് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ധരിക്കുകയോ ചെയ്യരുത്. ഈ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വലിയൊരു വിഭാഗം 80% ആളുകളും ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവരോട് ഞങ്ങൾക്ക് സ്നേഹമേയുള്ളൂ. നിങ്ങൾ ഇത്തരം പിശാചുബാധയേറ്റ സൂഫിസത്തിന്റെയും ത്വരീഖത്തിന്റെയും ശൈത്താനിയത്ത് ബാധയേറ്റ ഇത്തരം കാസിമിമാരുടെ, ഇത്തരം മുറിമൊല്ലമാരുടെ, ഇത്തരം പുരോഹിതന്മാരുടെ കെണിയിൽ വീണ് നിങ്ങളുടെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടാനോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്നിട്ട് പ്രസ്ഥാനത്തിന്റെ വലിപ്പം കൂട്ടാനല്ലോ ഈ പറയണത്. ഒരു മുസ്ലിം സഹോദരങ്ങൾ എന്നുള്ള നിലക്ക് നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് മാത്രമാണ് ഇത്രയും രൂക്ഷമായി സംസാരിക്കാൻ എന്നെ പോലെയുള്ള ആളുകൾ പ്രേരിപ്പിക്കുന്നത്.